വെബ് ഡെവലപ്മെന്റിൽ ഈ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രീ റിട്ടൺ കോഡ് കളക്ഷൻ ആണ്. അതായത് നമ്മൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കോഡുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിമ്പിളായിട്ട് ആ ലൈന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യമേ റെഡിയാക്കി ഒരു സ്ഥലത്ത് വെക്കുക, പിന്നെ ആവശ്യം വരുമ്പോൾ അതിങ്ങനെ ഉപയോഗിക്കുക. അതാണ് അതിൻ്റെ പ്രീ റിട്ടൻ്റെ കേസ് ഉള്ളത്. ഈ ഫ്രെയിം വർക്ക് എല്ലാം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ റിയാക്റ്റ്, ആംഗുലർ, അങ്ങനെയുള്ള എല്ലാം. പിന്നെ Vue.js ആണെങ്കിൽ അങ്ങനെ ഇതെല്ലാം, ഈവൻ ബൂട്ട്സ്ട്രാപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ വേണ്ട എപ്പോഴും ഉപയോഗിക്കേണ്ട കേസാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ എൻ്റെ ഇനീഷ്യൽ കരിയറിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രീ റിട്ടൺ കോഡുകൾ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഈ ബൂട്ട്സ്ട്രാപ്പൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഈ CSSൻ്റെ ഒക്കെ ഈ എന്താ പറയുക, ഈ മാർജിനും പാഡിങ്ങും 10 പിക്സൽ 20 പിക്സൽ എന്നൊക്കെയുള്ള റിട്ടേൺ അവിടെ വെക്കുകയായിരുന്നു ക്ലാസ്. എന്നിട്ട് ജസ്റ്റ് ആ പേര് മാത്രം വിളിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. MT എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാർജിൻ ടോപ്പ് 10 ആണെങ്കിൽ MT 10 എന്ന് അടിച്ചാൽ ആ ക്ലാസ് ആക്റ്റീവ് ആവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം വർക്ക് എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ എഴുതാനുള്ള കോഡ് കോംപ്ലക്സ് ആയിട്ടുള്ള കോഡാണെങ്കിൽ അത് എഴുതി വെക്കുന്നു, എന്നിട്ട് അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കോൾ വിളിച്ചാൽ ഉപയോഗിക്കുന്ന മാതിരി. ഓക്കെ, അതാണ് ഫ്രെയിം വർക്ക്.